ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്ന് നമ്മൾ നോക്കുന്നത് അറ്റാക്ക് ഓൺ ടൈറ്റൻ എന്ന ജാപ്പനീസ് അനിമി TV സീരീസിന്റെ സീസൺ 3 രണ്ടാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡിലോട്ട് പോകുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾ ലൈക്ക് ചെയ്യുന്ന സമയത്ത് ഈ വീഡിയോക്ക് എത്ര ലൈക്കായെന്ന് തീർച്ചയായിട്ടും താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോട്ട് സമയങ്ങളാതെ നേരെ എപ്പിസോഡിലോട്ട് പോകാം. ലോങ് ടൈം ലീവായ്, നീ ഒരുപാട് അങ്ങ് വളർന്നു എന്ന് പറഞ്ഞ് ലീവായുടെ അടുത്തോട്ട് പോവാണ് റിപ്പർ കോണി. എന്ന് അവനെ കണ്ട്, ഇല്ല നീ ഒരു ഇഞ്ച് പോലും വളർന്നിട്ടില്ല. ഇത് കേട്ട് കോണിയേ എന്ന് പറഞ്ഞ് തന്റെ കയ്യിലുള്ള സ്വോർഡ് അവന് നേരെ എറിയുവാണ് ക്യാപ്റ്റൻ ലീവായ്. പെട്ടെന്ന് അത് തട്ടിമാറ്റിയ റിപ്പർ അവനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. നിഫയെ ഒരു നിമിഷം നോക്കി പെട്ടെന്ന് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് എറിനെയും സ്റ്റോറിയെയും ഫോളോ ചെയ്യുന്ന റിപ്പറിന്റെ ആളുകളെയാണ്. വണ്ടിയുടെ മുകളിലുണ്ടായിരുന്ന റൂഫ് അവരങ്ങ് കീറിക്കളയുന്നു. ഇവരാരാ എന്ന് എറിന് മനസ്സിലാവുന്നില്ല. പെട്ടെന്ന് തന്നെ തന്റെ കയ്യിലുണ്ടായിരുന്ന ഗണ്ണ് ഉപയോഗിച്ച് അവരെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുവാണ് എറിൻ. ഇതേ സമയം അവരൊരു പോയിസൺ ഗണ്ണ് ഉപയോഗിച്ച് ഹിസ്റ്റോറിയെ ഷൂട്ട് ചെയ്യുന്നു. ഇത് കണ്ട് എറിൻ ഹിസ്റ്റോറിയെ നോക്കുന്ന സമയത്താണ് എറിനെ അവർ ഷൂട്ട് ചെയ്യുന്നത്. പെട്ടെന്ന് അവർ പോകുന്ന ആ വണ്ടിയുടെ ഡ്രൈവറെ ഓടിച്ചിട്ട് ആ വണ്ടി കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോവാണ് റിപ്പറിന്റെ ആളുകൾ. എന്നാൽ കൃത്യസമയത്ത് ക്യാപ്റ്റൻ ലീവായി അങ്ങോട്ട് എത്തുന്നു. അവരെ രക്ഷിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്താണ് വീണ്ടും 3 പേർ അവന്റെ മുമ്പിലോട്ട് വരുന്നത്. ഓ നാശം, ഞങ്ങളുടെ എല്ലാ നീക്കങ്ങളും അവർ മുൻകൂട്ടി കണ്ടു. ഇതേ സമയം റിപ്പർ അവന്റെ മുമ്പിലോട്ട് വന്ന് അവനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. കോണി, നീ എന്തിനാ മിലിറ്ററി പോലീസിന്റെ കൂടെ ചേർന്ന് ജോലി ചെയ്യുന്നേ എന്ന് ചിന്തിച്ച് ക്യാപ്റ്റൻ ലീവായ് അവന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടുന്നു. പെട്ടെന്നാണ് വീണ്ടും ആ 3 പേർ അവനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുന്നത്. അവരുടെ കയ്യിൽ നിന്നും തലനാരിഴക്ക് രക്ഷപ്പെട്ട ക്യാപ്റ്റൻ ലീവായ് അവിടെ ഉണ്ടായിരുന്ന ഒരു ബാറിലോട്ട് ഇടിച്ചു കയറി ചെല്ലുന്നു. ഇത് ക്യാപ്റ്റൻ ലീവായ് അല്ലേ എന്ന് ചിന്തിക്കുവാണ് അവിടെയുള്ള ആളുകൾ. നമസ്കാരം സാർ. പെട്ടെന്നാണ് റിപ്പർ അങ്ങോട്ട് വരുന്നത്. ഓ നാശം, ഇങ്ങനെ പോയാ എനിക്ക് അവരെ രക്ഷിക്കാൻ പറ്റില്ല എന്ന് പറയുവാണ് ക്യാപ്റ്റൻ ലീവായ്. മോനെ, നീ ഇവിടെ തന്നെ ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പുറത്തോട്ട് വാടാ, കണ്ടുപിടിച്ചേ എന്ന് പറഞ്ഞ് 2 കൈയിലും കണ്ടുപിടിച്ച് ഒരു പ്രാന്തനെ പോലെ അങ്ങോട്ട് ചാടി വരുവാണ് റിപ്പർ കോണി. എവിടെയാടാ നീ? ഇവിടെ ഉണ്ട് കോണി. കണ്ടിട്ട് ഒരുപാട് നാളായല്ലോ. നീ ഇപ്പോഴും ജീവനോടെ ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. നീ എന്താ ഇപ്പൊ മിലിറ്ററി പോലീസിന്റെ കൂടെ? ഓ, അത് നിന്നെ പോലെ ചെറിയ കുട്ടികൾക്ക് പറഞ്ഞാ മനസ്സിലാവില്ല. നിന്റെ പുതിയ കളികൾ കാണണമെന്ന് ആഗ്രഹിച്ചിട്ട് തന്നെയാ ഞാൻ ഇങ്ങോട്ട് വന്നത്. അന്ന് പഠിപ്പിച്ചു തന്നതൊന്നും നിന്നെ ഇങ്ങനെ സഹായിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. പക്ഷേ കുടുങ്ങിപ്പോയ ഒരു എലിയുടെ കഥ ഞാൻ പറഞ്ഞു തന്നിട്ടില്ലേ? അതുപോലെ നീ ഏത് വഴി രക്ഷപ്പെടാൻ ശ്രമിച്ചാലും നിന്നെ അവർ വെട്ടിവെച്ച് താഴെയിടും. നോക്കുന്ന സമയത്ത് ആ ഷോപ്പിന് ചുറ്റും ഒരുപാട് ആളുകൾ വളഞ്ഞിട്ടുണ്ട്. ഡാ ലീവായ് എന്ന് പറഞ്ഞൊരു കസാര അവന് നേരെ എറിയുന്നു. നീ സർവേ കോപ്സിൽ ചേർന്നത് എന്തിനാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അന്ന് ആ ഗ്രാമത്തിൽ അതിജീവിക്കാൻ നമ്മൾക്ക് ഇതേ മാർഗമുണ്ടായിരുന്നുള്ളൂ. ഈ ലോകം എത്ര വലുതാണെന്ന് അറിഞ്ഞപ്പോഴുള്ള നിന്റെ ദുഃഖം നിനക്ക് ഓർമ്മയില്ലേ? പക്ഷേ മുന്നോട്ട് പോകുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്നാൽ അതിന് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരു കാര്യം കണ്ടെത്തുന്നത് വളരെ എളുപ്പമായിരുന്നു. സത്യം പറഞ്ഞ സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോവാൻ ആകെ വേണ്ടത് ഒരു നേരം പോക്കാണ്. നേരം പോക്കോ? എന്റെ സൈനികരെ കൊല്ലുന്നതാണോ നിന്റെ ടൈം പാസ് എന്ന് പറഞ്ഞ ലീവായി അവിടെയുള്ള ഒരു മദ്യക്കുപ്പിയിലോട്ട് നോക്കുന്നു. ആ ബാറിന്റെ ഓണർ ആ കുപ്പി ഒന്ന് തിരിച്ചു കൊടുക്കുന്നു. എന്റെ ലക്ഷ്യത്തിലോട്ടെത്താൻ എത്ര പേരെ വേണമെങ്കിലും ഞാൻ കൊല്ലും. നീയും അങ്ങനെ തന്നെയാണ്, കാരണം നിന്റെ കയ്യിലും രക്തക്കറകൾ പുരണ്ടിട്ടുണ്ട് എന്ന് റിപ്പർ അവനോട് പറയുന്നു. പെട്ടെന്ന് തന്നെ ആ ബോട്ടിലിൽ നോക്കി റിപ്പറെ ഷൂട്ട് ചെയ്യുവാണ് ക്യാപ്റ്റൻ ലീവായ്. വെട്ടിക്കൊണ്ട് തെറിച്ചു പോയ റിപ്പർ ആ ബാറിന്റെ പുറത്തു പോയി വീഴുന്നു. ബാറിൽ നിന്ന് കിട്ടിയ ഗണ്ണ് ഓണറിന് എന്നെ തിരിച്ചു കൊടുത്ത് നന്ദിയും പറഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന ജനാല വഴി പുറത്തോട്ട് ചാടുവാണ് ക്യാപ്റ്റൻ ലീവായ്. ഇതേ സമയം അവനെയും പുറത്ത് കാത്തു നിന്നിരുന്നവർ അത് ലീവായ് ആണെന്ന് കരുതി അതിനെ ഷൂട്ട് ചെയ്യുന്നു. എന്നാൽ അത് വെറും ഒരു കസേരയായിരുന്നു. പെട്ടെന്ന് ക്യാപ്റ്റൻ ലീവായ് പുറത്തു ചാടി അവനെ 3D ഗിയർ ഉപയോഗിച്ച് കൊന്നുകളയുന്നു. അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ 2 പേർ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുവാണ്. എന്നാൽ അവരെയും ക്യാപ്റ്റൻ വെട്ടി അങ്ങ് കൊന്നുകളയുന്നു. ഇതേ സമയമാണ് കുറച്ചു ദൂരെയുള്ള ശശ വെടിവെക്കുന്ന ശബ്ദം കേൾക്കുന്നത്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുവാണ് ജിൻ. അറിയില്ല, ചിലപ്പോ ഉണ്ടായിരിക്കാം. ക്യാപ്റ്റൻ എന്നോട് പറഞ്ഞതാ ഇപ്പോൾ നമ്മൾ ടൈറ്റൻസിനെ മാത്രമല്ല മനുഷ്യരെയും നേരിടേണ്ടി വരുമെന്ന എന്ന് മിക്കാസ് അവരോട് പറയുന്നു. ഇത് കേട്ട് അവർക്കൊന്നും തന്നെ മനസ്സിലാവുന്നില്ല. എന്ന വേറെ ഒന്നും പറയാതെ മിക്കാസ് അവിടെ നിന്നും പോകുന്നു. ആ പോയത് ഫസ്റ്റ് ഇന്റീരിയൻ സ്ക്വാഡാണോ എന്നൊരു മിലിറ്ററി ഓഫീസർ ചിന്തിക്കുന്നു. ഇതേ സമയം താഴെ കിടക്കുന്ന റിപ്പറിന്റെ അടുത്തോട്ട് വരുവാണ് ഒരു ലേഡി. കമാൻഡർ, അവസാനം ചത്തോ? ഏയ് മണ്ടത്തരം പറയല്ലേ. ചത്തെങ്കി ഞാൻ പിന്നെ സംസാരിക്കൂ. അത്യാവശ്യ ഘട്ടങ്ങളിൽ ഉപയോഗിക്കാൻ ബാറുകളിൽ തോക്ക് കൊടുക്കുമെന്നുള്ള കാര്യം ഞാൻ അങ്ങ് മറന്നു. ശരീരം വളർന്നിട്ടില്ലെങ്കിലും അവന്റെ ബുദ്ധി വളർന്നിട്ടുണ്ട്. ഇതേ സമയമാണ് ആർമിനും മിക്കാസയും മറ്റുള്ളവരും എറിനെ കൊണ്ടുപോകുന്ന വണ്ടി കാണുന്നത്. എന്നാൽ അതിന്റെ പുറകെ ക്യാപ്റ്റൻ ലീവായും പോകുന്നുണ്ട്. ഇതേ സമയമാണ് ക്യാപ്റ്റൻ ലീവയെ ഒരാൾ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുന്നത്. ക്യാപ്റ്റൻ ലീവൈ അയാൾ അങ്ങ് കൊന്നു കളയുന്നു. ഇത് കണ്ട് ജിന്നിനെ കൊണ്ട് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഒരു മനുഷ്യനെ ആ വണ്ടിയെ ഫോളോ ചെയ് എന്ന് ക്യാപ്റ്റൻ ലീവൈ അവരോട് പറയുന്നു. എന്ന് ഇവര് മനസ്സിലാക്കിയ റിപ്പറിന്റെ ആളുകൾ വളരെ വേഗത്തിൽ പോകാൻ വേണ്ടി ശ്രമിക്കുന്നു. ശ്രദ്ധിക്കുക, അവർക്ക് മനുഷ്യരുമായിട്ട് ഫൈറ്റ് ചെയ്ത് നല്ല ശീലമുണ്ട്.
എറിനെയും ഹിസ്റ്റോറിയെയും തിരിച്ചു പിടിക്കണമെങ്കിൽ ഒരു നിമിഷം പോലും നമ്മൾ പാഴാക്കാൻ പാടില്ല. അവസരം കിട്ടിയ അങ്ങ് കൊന്നേക്ക്. മനസ്സിലായോ? മനസ്സിലായി സാർ എന്ന് മിക്കാസയും പറയുന്നു. പെട്ടെന്ന് തന്നെ ക്യാപ്റ്റൻ ലീവൈ ആ വണ്ടിയിലുണ്ടായിരുന്ന ഒരുത്തനെ വലിച്ച് താഴെയിടുന്നു. ആർമീൻ, ജിൻ ആ വണ്ടിയിൽ കയറി പെട്ടെന്ന് പുറകിൽ നിന്നും ഞങ്ങൾ സപ്പോർട്ട് തരാം. ഇത് കേട്ട് പെട്ടെന്ന് തന്നെ അവർ രണ്ടുപേരെ വണ്ടിയിലോട്ട് കയറുന്നു. ആ വണ്ടി ഓടിച്ചിരുന്ന ആളെ മിക്കാസ അടിച്ച് താഴെയിടുവാണ്. അനങ്ങരുത്, ഞാൻ കൊല്ലും എന്ന് ജിൻ പേടിച്ചുകൊണ്ട് പറയുന്നു. ഇത് കേൾക്കാതെ ആ ലേഡി അവിടെ നിന്ന് എഴുന്നേക്കുന്നു. അവന്റെ കയ്യിലുണ്ടായിരുന്ന സോഡ് തട്ടിത്തെറിപ്പിച്ച് അവനിപ്പോ കൊല്ലൂടാന്നും പറഞ്ഞ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നു. ജിൻ എന്ന് വിളിച്ചുകൊണ്ട് വരുവാണ് മിക്കാസ. പിന്നീട് ഒരു കാര്യം വെളിപ്പെടുത്തുന്നു. ആന്റി പേഴ്സണൽ 3D മാനുവൽ ഗിയർ. മനുഷ്യരെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഒളിച്ചിരുന്ന് ശത്രുവിനൊന്ന് ചിന്തിക്കാൻ പോലും സമയം കൊടുക്കാത്ത അത്രയും വേഗത്തിൽ ഇത് വെച്ച് അവരെ അറ്റാക്ക് ചെയ്യാം. നഗരങ്ങളിലും കാടുകളിലുമാണ് ഇത് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുന്നത്. പിന്നീട് തലസ്ഥാനത്തെ കൊട്ടാരമാണ് കാണിക്കുന്നത്. എർവിനിൽ നിന്നും വിവരങ്ങളൊന്നും കിട്ടിയില്ലെന്നും മാത്രമല്ല എറിൻ യേഗറിനെയും ഹിസ്റ്റോറിയെയും ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇങ്ങനെ പോയാ സർവേ കോപ്സിനെ വിലക്കേർപ്പെടുത്തിയത് വെറുതെ ആവുമല്ലോ. പാസ്റ്റർ നെക്കിന്റെ കയ്യിൽ നിന്നും എന്തെങ്കിലും വിവരങ്ങൾ കിട്ടിയോ? ഇല്ല. പക്ഷേ കൂടുതലായിട്ട് ചോദ്യം ചെയ്ത നമ്മളിൽ നിന്നും എന്തെങ്കിലും വിവരങ്ങൾ അവരറിയും. ഇല്ല. എന്തറിയും എന്തറിയില്ല എന്നുള്ളത് ഇവിടെ കാര്യമല്ല. എന്താണ് അറിയാൻ ശ്രമിക്കുന്നത് അത് മാത്രമാണ് ഇവിടെ പ്രധാനം. ഇത്രയും കാലം നമ്മൾ ചെയ്തതുപോലെ നിയമങ്ങൾ വെച്ച് നമുക്ക് അവരെ ശിക്ഷിക്കാൻ പറ്റും. ഇതേ സമയമാണ് അങ്ങോട്ടൊരുത്തം വരുന്നത്. ലോർഡ് റേസിൽ നിന്നും ഒരു സന്ദേശമുണ്ട്. എറിനെയും ഹിസ്റ്റോറിയെയും കിട്ടിക്കഴിഞ്ഞു. എർവിന്റെയും സർവേ കോപ്സിന്റെയും എതിരെയുള്ള നീക്കങ്ങൾ ഇതിനോടകം അദ്ദേഹം തുടങ്ങിക്കഴിഞ്ഞു. ഇനി നമ്മളായിട്ടൊന്നും ചെയ്യണ്ട എന്ന് പറയുവാണ് ആ മത്തങ്ങ തലയൻ. പിന്നീട് നമ്മൾ കാണുന്നത് മിലിറ്ററി പോലീസിന്റെ കസ്റ്റഡിയിൽ ഇരിക്കുന്ന എർവിനെയാണ്. ഹേയ്, നിനക്ക് എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി എന്നാ മിലിറ്ററി ഓഫീസർ പറയുന്നു. ഏയ് വേണ്ട, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. ഇല്ല, കഴിഞ്ഞതിനെ പറ്റി സംസാരിക്കാനാണെങ്കിൽ എനിക്ക് താല്പര്യമില്ല. ഓ, അത് വളരെ കഷ്ടമാണല്ലോ നെയിൽ. സർവേ കോപ്സിൽ ചേരാൻ വേണ്ടി ഒരുമിച്ച് ട്രെയിനിങ് എടുത്തതല്ലേ നമ്മൾ രണ്ടുപേരും. മനുഷ്യരാശിയുടെ ഭാവി ഈ ഗവൺമെന്റിനെ വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റുമോ? എർവിൻ, നീ എന്താ ചെയ്യാൻ പോകുന്നേ? എപ്പോഴും ചെയ്യുന്നത് പോലെ ഒരു ഭാഗ്യ പരീക്ഷണം. പിന്നീട് നമ്മൾ കാണുന്നത് ആർമിനെയും മിക്കാസയെയുമാണ്. നിനക്കും അങ്ങനെയാണോ തോന്നിയത്? ക്ഷമിക്ക്, എന്നോട് ക്ഷമിക്ക് എന്ന് പറയുവാണ് ആർമിൻ. ഏയ് കുഴപ്പമില്ല, അത് വിട്ടേക്ക് എന്ന് മിക്കാസയും പറയുന്നു. അപ്പോഴാണ് നമ്മൾ ആ കാഴ്ച കാണുന്നത്. ജിന്നിനെ രക്ഷിക്കാൻ വേണ്ടി ആ ലേഡിയെ വെടിവെച്ച് കൊന്നത് ആർമിനായിരുന്നു. എന്ന പെട്ടെന്നാണ് റിപ്പറിന്റെ കൂട്ടത്തിലെ വേറെ 3 ആളുകൾ ആർമിനെയും ജിന്നിനെയും അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. ക്യാപ്റ്റൻ ലീവയും മിക്കാസയും ചേർന്ന് അവരെ രക്ഷിക്കുന്നു. എന്നാ പെട്ടെന്ന് തന്നെ ആ വണ്ടിയും കൊണ്ട് അവർ അവിടെ നിന്നും രക്ഷപ്പെടുന്നു. മിക്കാസ അവരുടെ പുറകെ പോവാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ലീവായി അത് തടയുന്നു. എറിൻ എന്നും വിളിച്ചുകൊണ്ടിരിക്കുവാണ് മിക്കാസ. പിന്നീട് നമ്മൾ കാണുന്നത് ആ ലേഡിയെ കൊന്നത് താനാണല്ലോ എന്ന് പറഞ്ഞുള്ള കുറ്റബോധത്തോടെ ഇരിക്കുന്ന ആർമിനെയാണ്. എത്ര സിമ്പിളായിട്ടാ ഞാൻ ആ ട്രിഗർ അമർത്തിയത്. അവരൊരു നല്ല വ്യക്തി ആയിരിക്കണം, അതുകൊണ്ടാ നിന്നെ കൊല്ലാൻ അവരൊന്നും മടിച്ചത് എന്ന് ആർമിൻ വളരെ സങ്കടത്തോടെ പറയുന്നത് കേട്ട് നീ അത് വിട്. നീ അപ്പം അത് ചെയ്തില്ലായിരുന്നെങ്കിൽ നമുക്ക് ജിന്നിനെ രക്ഷിക്കാൻ പറ്റില്ലായിരുന്നു. ശരി, നമുക്ക് ഇതിനെ പറ്റി അവൻക്ക് എന്താ പറയാനുള്ളതെന്ന് കേൾക്കാം. മിലിറ്ററി പോലീസിന് സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്നത് നിങ്ങളല്ലേ എന്ന് ക്യാപ്റ്റൻ ലീവൈ അവിടെ കെട്ടിയിട്ടിരിക്കുന്ന ഒരാളോട് ചോദിക്കുന്നു. അപ്പോഴാണ് മിക്കാസ ആ കാര്യം പറയുന്നത്. ഇയാളെ ഞാൻ കണ്ടിട്ടുണ്ട്, അന്ന് നഗരത്തിൽ വെച്ച് ഞാൻ ഇയാളെ കണ്ടിട്ടുണ്ട്. ഡീമോ റീവ്സ് അല്ലേ നീ എന്ന് മിക്കാസ അവനോട് ചോദിക്കുന്നു. ഓ, ഡീവ്സ് കമ്പനിയുടെ ഓണർ. അപ്പൊ നീ എന്തിനാ മിലിറ്ററി പോലീസിന്റെ കൂടെ ചേർന്ന് എന്ന് ചോദിക്കുകയാണ് ലീവായ്. അവര് പറയുന്നത് പോലെ കേട്ടില്ലെങ്കിൽ ഞങ്ങളുടെ കമ്പനി മുഴുവനായിട്ട് അവര് നശിപ്പിക്കും. പക്ഷെ എനിക്ക് ഇതിനെ പറ്റി ഒന്നും അറിയില്ല. ആരും അറിയാതെ അവരൊരു സ്ഥലത്തോട്ട് ഞാൻ കൊണ്ടുപോവാറുണ്ട്, അത് മാത്രമേ എനിക്കറിയൂ എന്ന് പറയുവാണ് അയാൾ. ഓ, ട്രസ്റ്റ് നഗരം ഇപ്പൊ ഇങ്ങനെ നിലനിൽക്കാൻ കാരണം തന്നെ ഒരുപക്ഷെ റീവ്സ് കമ്പനി ആയിരിക്കും. അവിടെ ജോലി ചെയ്യുന്ന ആളുകളുടെ ശമ്പളം കൊണ്ടാ ഈ നാടിന്റെ സാമ്പത്തിക വളർച്ച കൂടുതലായിട്ടും നടക്കുന്നത്. അതില്ലാതായാൽ എന്ത് സംഭവിക്കുമെന്ന് നീ ആലോചിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് ക്യാപ്റ്റൻ. നിങ്ങൾ പറഞ്ഞു വരുന്നത് ഞാൻ നിങ്ങളെ സഹായിക്കണമെന്നാണോ? അല്ല, എറിനെയും ഹിസ്റ്റോറിയെയും ഞങ്ങൾക്ക് രക്ഷിക്കണം. നമ്മൾ രണ്ടു കൂട്ടരും ഒന്നിച്ചാൽ മാത്രമേ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാവൂ. ഇത് കേട്ട് ഞാൻ നിങ്ങളെ സഹായിച്ചാൽ എന്നെയും എന്റെ കമ്പനിയെയും രക്ഷിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ എന്ന് ചോദിക്കുകയാണ് അയാൾ. എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല, പക്ഷെ ഞാൻ എന്റെ മാക്സിമം ശ്രമിക്കാം. സോ സർവേ കോപ്സിനെ സഹായിക്കാമെന്ന് അയാൾ തീരുമാനിക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് എറിനെയും ഹിസ്റ്റോറിയെയും തട്ടിക്കൊണ്ടുപോയ കാര്യം എർവിനോട് പറയാൻ വരുന്ന ഹാൻജിയെയാണ്. മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. റെയ്നറും ബെർഡോൾഡും സംസാരിച്ചത് എന്താണെന്ന് എറിൻ എനിക്ക് എഴുതി തന്നിട്ടുണ്ടായിരുന്നു. ഇത് വായിച്ചു നോക്കിയപ്പോഴാ എനിക്ക് ആ കാര്യം മനസ്സിലായത്. ഇതിൽ പറയുന്നത് ശരിയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് അവരെ രക്ഷിച്ചേ പറ്റൂ, അല്ലെങ്കിൽ എറിനെ അവർ തിന്നും എന്ന് പറയുവാണ് ഹാൻജി. പിന്നീട് നമ്മൾ കാണുന്നത് മിലിറ്ററി പോലീസുമായി എങ്ങോട്ടോ പോകുന്ന ഡോമോനെയാണ്. ഒരു വീടിന് സമീപം എത്തിയ സമയത്ത് അവർ വണ്ടി നിർത്തുന്നു. പുറത്തോട്ട് നോക്കിയ മിലിറ്ററി പോലീസുകാർ കാണുന്നത് ജിന്നിനെയുമാണ്.
അവരെ അടിച്ച് ബോധം കെടുത്തുന്നു. ഓ, അപ്പൊ നമ്മൾ രക്ഷപ്പെട്ടല്ലേ എന്ന് ചോദിക്കുകയാണ് ഡോമോന്റെ മകൻ. അത് പറയാറായിട്ടില്ല, ചിലപ്പോഴേ രക്ഷപ്പെടൂ എന്ന് പറയുന്ന കേട്ട് ഡോമോന്റെ മകൻ ടെൻഷൻ ആവുന്നു. ഒരുറപ്പില്ലാത്ത കാര്യത്തിന് വേണ്ടിയിട്ടാണോ നമ്മൾ ഇത്രയും റിസ്ക് എടുത്ത്? ഇത് കേട്ട് അവന്റെ മണ്ടയ്ക്കൊന്ന് കൊടുക്കുകയാണ് ഡോമോ. ഒരു ബിസിനസ്മാൻ എപ്പോഴും പെട്ടെന്നുള്ള തീരുമാനങ്ങൾ അവരുടെ മനസ്സ് പറയുന്നത് കേൾക്കണം. എപ്പോഴും ചെറിയ ലാഭം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ഒരുപാട് കാലത്തോട്ട് എങ്ങനെ ലാഭം ഉണ്ടാക്കാം എന്ന് വേണം ചിന്തിക്കാൻ. ഒരവസരം കിട്ടുമ്പോ അത് വിട്ടുകളയരുത്, മുറുക്കി പിടിക്കണം. മനസ്സിലായോ എന്ന് ചോദിക്കുവാണ് അങ്ങേര്. പിന്നീട് നമ്മൾ കാണുന്നത് കെട്ടിയിട്ട് ടോർച്ചർ ചെയ്യുന്ന സാനസിനെയാണ്. നിൽക്ക്, നിങ്ങൾക്ക് എന്താ വേണ്ടത്? എറിനും ഹിസ്റ്റോറി എവിടെ? ശരിക്കും നിങ്ങൾക്ക് എന്തിനാ? റൈസ് ഫാമിലി ശരിക്കും ആരാ? ഇത് കേട്ടിട്ട് ഒന്നും മിണ്ടാണ്ടിരിക്കുന്ന അയാളുടെ നഖം പിഴുതെടുക്കുവാണ് ഹാൻജി. വേദന കൊണ്ട് നിലവിളിക്കുന്ന ശബ്ദം ആർമിനും മറ്റുള്ളവരും കേൾക്കുന്നു. നമ്മളെല്ലാവരും ഇപ്പോ കുറ്റവാളികളാണ്. നമ്മളിപ്പോ ശത്രുക്കളെ കൊല്ലാൻ തുടങ്ങിയിരിക്കുന്നു. അവരുടെ ചിന്താഗതി വേറെ ആയതുകൊണ്ട് മാത്രം അല്ല, ചിലപ്പോ അവർ വേറൊരു ഗ്രൂപ്പ് ആയതുകൊണ്ടാവാം. ആ ഒരു കാരണം കൊണ്ട് നമ്മൾ അവരുടെ ജീവൻ എടുത്തു എന്ന് പറഞ്ഞ് വിഷമിക്കുകയാണ് ആർമിൻ. നിങ്ങളുടെ പോലെ നഖങ്ങൾ പിഴുതെടുക്കാൻ ഞാൻ അത്ര എക്സ്പെർട്ട് ഒന്നുമല്ല. എങ്ങനെയാ, എത്ര നഖം പിഴുതെടുത്താലാ നിങ്ങളെ പോലെ എക്സ്പെർട്ട് ആവാ എന്ന് ചോദിക്കുകയാണ് ഹാൻജി. എണ്ണുന്നതിനും അപ്പുറം ഈ മതിലിനുള്ളിൽ ഒരു യുദ്ധം നടക്കാത്തതിന്റെ കാരണം എന്താണെന്നറിയോ? കാരണം സമാധാനം നിലനിർത്താൻ രക്തം പൊഴിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഞങ്ങളെപ്പോലെയുള്ള ഫസ്റ്റ് ഇന്റീരിയൻ സ്ക്വാഡ് ഉള്ളതുകൊണ്ടാ. ആ ബുദ്ധിമാനായിട്ടുള്ള ടീച്ചർ പറയാൻ ആഗ്രഹിച്ച മണ്ടത്തരമായ പ്ലാനുകൾ അതേ ഫാമിലിയിലെ ഒരു വേശി അവരെയൊക്കെ പോലെയുള്ളവരെ ഞങ്ങൾ ഇല്ലാതാക്കിയത് കൊണ്ടാ മനുഷ്യരാശി ഇപ്പോഴും നിലനിൽക്കുന്നത്. അതിന് നിങ്ങൾ എന്നോട് നന്ദി പറയാ വേണ്ടത് എന്ന് പറയുവാണ് ആ ഓഫീസർ. പക്ഷെ എനിക്ക് പേടിയില്ല. ഞാൻ വിശ്വസിക്കുന്നു രാജാവിനെയും അവർ കൊണ്ടുവന്ന നിയമങ്ങളെയും. ഞങ്ങൾ ഇതുവരെ ചെയ്തതിനെല്ലാം ന്യായമായിട്ടുള്ള ഒരു കാരണം ഉണ്ടായിരുന്നു. പക്ഷേ ഇത്രമാത്രം വേദനിക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു. എന്നെ ഇങ്ങനെ കൊല്ലുമെങ്കിൽ അത് വേഗമായിക്കോട്ടെ. ഇത്രയൊക്കെ തെറ്റുകൾ ചെയ്ത എനിക്ക് ഇങ്ങനെ തന്നെ ആയിരിക്കണം മരണം വേണ്ടത് എന്നയാൾ പറയുന്നു. ഇത് കേട്ട് ഹാൻജി, ശരി, ബാക്കി കുറച്ചു കഴിഞ്ഞ് നോക്കാം, അവൻ കുറച്ചു നേരം വിശ്രമിക്കട്ടെ എന്ന് പറഞ്ഞ അവർ അവിടെ നിന്നും പോകുന്നു. ഇതേ സമയമാണ് ആ ഓഫീസർ പുറത്തു നിന്നൊരു ശബ്ദം കേൾക്കുന്നത്. റാൽഫ്, ഏയ്, ഒരു നഖം പറിച്ചെടുത്തപ്പോഴേക്കും നീ എല്ലാ സത്യങ്ങളും വിളിച്ചു പറഞ്ഞല്ലോ. നിന്നെയൊക്കെ എങ്ങനെ വിശ്വസിക്കാനവർ എന്ന് ക്യാപ്റ്റൻ ലീവൈ അയാളോട് പറയുന്നു. സാനസിന് ഇനി പറിക്കാൻ നഖങ്ങളൊന്നുമില്ല, നീ അവനെ പോലെ അല്ലല്ലോ എന്നവർ പറയുന്നു. എന്ന് ഇതെല്ലാം തന്നെ സാനസ് അകത്തു നിന്നും കേൾക്കുന്നുണ്ട്. അത് അവന്റെ തീരുമാനമായിരുന്നോ? രാജാവിനെയും സമാധാനത്തെയും പറ്റി വെറുതെ ഇങ്ങനെ ചലച്ചുകൊണ്ടിരിക്കും. ഞങ്ങൾക്കാർക്കും അവനെ ഇഷ്ടമല്ല. അവനെ അങ്ങ് കൊന്നു കളഞ്ഞേക്ക്. ഇത് കേട്ട് അകത്തിരിക്കുന്ന സാനസ് ഞെട്ടിത്തരിച്ചു നിൽക്കുന്നു. നീ പറഞ്ഞ കാര്യങ്ങളൊന്നും സ്ഥിരീകരിക്കാതെ അവനെ കൊല്ലാൻ പറ്റില്ല. അപ്പോഴാണ് നമുക്ക് ആ കാര്യം മനസ്സിലാവുന്നത്. ഇതെല്ലാം ഇവരുടെ പ്ലാൻ ആയിരുന്നു. റാൽഫിനെ പോലെ ശബ്ദം മാറ്റി ഇവർ എഴുതി കൊടുത്തിരുന്ന കാര്യങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരാൾ. എന്ന് ഇതെല്ലാം കേൾക്കുന്ന റാനസ് എന്തോ കാര്യം തീരുമാനിക്കുന്നു. കുറച്ചു സമയത്തിന് ശേഷം ഹാൻജിയും ക്യാപ്റ്റനും അങ്ങോട്ട് വരുന്നു. റൈസ് ആണ് ശരിക്കുള്ള രാജകുടുംബം എന്നവർ ചോദിക്കുന്നതിന് മുൻപ് തന്നെ പറയുവാണ് സൈനസ്. എന്ന് ഇതേ സമയം ഇവരെ സഹായിച്ച ഡീമോൺ ടൗണിൽ പോയി സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുന്നു. കച്ചവടക്കാർ അവരുടെ കസ്റ്റമേഴ്സിനെ ചതിക്കരുത് എന്ന് പറഞ്ഞ ആരോ അയാളുടെ കഴുത്തങ്ങിറക്കുന്നു. അത് വേറെ ആരുമല്ല, റിപ്പർ കോണി ആയിരുന്നു. ഇവനെ വെച്ച് ലീവ എവിടെയായിരുന്നെന്ന് കണ്ടുപിടിക്കാമായിരുന്നല്ലോ എന്നൊരു ലേഡി പറയുന്നു. അതിന്റെ ആവശ്യമില്ല, അവൻ നമ്മളെ തേടി വരും. കാരണം അവനെ വളർത്തിയത് ഞാനാ. ലീവൈ അക്കർമാൻ അങ്ങനെ തോറ്റു പിന്മാറാറില്ല. എന്ത്? രാജസിംഹാസനത്തിന്റെ ശരിക്കുള്ള അവകാശി ഹിസ്റ്റോറിയാണോ? അതെ, എറിനും ഹിസ്റ്റോറിയും ലോർഡ് റൈസിന്റെ കൈവശമാണ്. ഇതാണ് അവൻ എന്ന് പറഞ്ഞൊരു ഫോട്ടോ കാണിച്ചു കൊടുക്കുകയാണ് ഹാൻജി. അപ്പോഴാണ് ശരിക്കുള്ള അവനെ നമ്മൾ കാണുന്നത്. ഹിസ്റ്റോറിയ, ചെയ്ത തെറ്റുകൾക്കെല്ലാം ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്ന് പറഞ്ഞ അയാൾ അവളെ കെട്ടിപ്പിടിക്കുന്നു. എന്ന ഇതെല്ലാം പകുതി ബോധത്തോടെ കാണുവാണ് നമ്മുടെ എറിൻ യേഗർ. സോ അവിടെ വെച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു. സോ ഹിസ്റ്റോറിയാണ് ഇപ്പൊ അവിടുത്തെ സിംഹാസനത്തിന്റെ ഉടമ. ഇത്രയും കാലം അവൾ പേര് മാറ്റി നടന്നത് ഈ കാര്യം ആരും അറിയരുതെന്ന് വിചാരിച്ച, അത് അറിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന അവൾക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു. എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അത്തരത്തിലുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. അടുത്ത എപ്പിസോഡ് അടുത്ത ദിവസം വരെ. അതുവരേക്കും ബൈ.